രക്ഷയെ ആദ്യം കണ്ടത് ഞാൻ. ഭയങ്കര പേടിയുണ്ട് ചേട്ടാ, വേണ്ട, നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മുടെ കലയെ, അതായത് പാട്ടിനെയും ഡാൻസിനെയും സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കോവിഡ് കാലത്ത് നന്നായിട്ട് അടികൂടിയിട്ടുണ്ട്. അമ്മ ഒരു കുഞ്ഞു ലാലേട്ടനാണ്. അമ്മയ്ക്ക് എല്ലാ അഭിനയമാണ്. മറ്റേ സ്വന്തം ലൊക്കേഷൻ ആയാലും മറ്റു ലൊക്കേഷൻ ആയാലും ഞാൻ അഭിനയിക്കും. അമ്മയുടെ ഒരു ഡയലോഗ് ഡെലിവറിയിലാണ് അതിന്റെ രസം. അമ്മ ചുമ്മാ നിന്നാ മതി, അമ്മയുടെ രീതി പറയും. പോകുമ്പോ സോഫയില് കുഷൻസ് ഒക്കെ അതുപോലെ നേരെ വെക്കുക. അതൊക്കെ ഞാൻ പഠിച്ചു. എണീറ്റോടെ ഷീറ്റ് വിരിച്ചിടുക, പിന്നെ കുളിച്ചു കഴിഞ്ഞ് ഇറങ്ങി വന്ന് ടവല് നനഞ്ഞ ടവല് കൊണ്ട് ബെഡിൽ ഇടാതിരിക്കുക, ഇതൊക്കെ പഠിച്ചു. അതെല്ലാം പഠിച്ചു. പിന്നെ ചേച്ചി നല്ല കോമഡി ഒക്കെ പറയും കേട്ടാ. ചേച്ചി എന്നെ കൊണ്ട് പറയിപ്പിക്കും, ചെവിയിലൊക്കെ പറയുമ്പോ ഇങ്ങനെ പറഞ്ഞു നോക്ക് കേട്ടോ. ഞാനത് പറയുന്നു, ചീഞ്ഞ് കഴിയുമ്പോ ചേച്ചി ഇങ്ങനെ എന്നെ മൈൻഡ് ചെയ്യാത്ത. എനിക്ക് 25 വർഷം പിന്നിടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഭാഗ്യം ഉള്ള കാര്യമാണ്. എല്ലാവർക്കും അത് തന്നെയാണ്. പക്ഷെ എനിക്ക്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തിരിഞ്ഞു നോക്കുമ്പോ ഓക്കെ, ഇത്രയും വരെ എത്തിയില്ലേ, ഗുഡ്. എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. എന്താ പറയൂ? നമ്മളുടെ പാട്ട്. അത് കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിലായിരുന്നു. അന്ന് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന പാട്ടായിരുന്നു. ഞാൻ 10 പഠിക്കുമ്പോഴായിരുന്നു അത് പാട്ട്. ഇടവഴിയിൽ നാം ആദ്യം കണ്ടപ്പോൾ കുസൃതിയുമായി മറഞ്ഞവളെ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഓക്കെ, വിധു ഇപ്പം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 26 ഇയേഴ്സ് അല്ലേ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എങ്ങനെയായിരുന്നു ലാസ്റ്റ് ഇയർ 25th ഇയർ എങ്ങനെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്? 25th ഇയർ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നാമത്തെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ 25 ഇയേഴ്സ് ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഗോഡ് ഫാദർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വന്നപ്പോൾ ഞാൻ സ്വയമേ തന്നെ കാട് വെട്ടി വന്നവനാണെന്ന് പറയാനുള്ളത്. അപ്പൊ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഓരോ പാട്ടുകൾ തന്ന മ്യൂസിക് ഡയറക്ടേഴ്സിനോടൊക്കെ ഞാൻ എപ്പോഴും നന്ദിയോടുകൂടി സ്മരണ ഉള്ള ആളാണ്. കാരണം അവര് തന്ന പാട്ടുകൾ വെച്ച് അത് ഹിറ്റായി വന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ബ്ലെസ്സിങ് പോലെ പിന്നെ ജൂറി ആയിട്ട് വന്നു, പിന്നെ പെർഫോമൻസ് ഷോസ് ആയിരുന്നാലും എല്ലാം എന്നെ ഇങ്ങനെ ഞാൻ അറിയാതെ പോലും ഇങ്ങനെ ഗൈഡ് ചെയ്ത് 25 ഇയേഴ്സ് വരെ കൊണ്ടെത്തിച്ചു. അപ്പോൾ ഇനി എത്ര നാൾ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നുള്ള അങ്ങനത്തെ എന്താ പറയുക ഒരു വ്യാകുലതയോ അങ്ങനത്തെ പേടിയോ അങ്ങനത്തെ സംഭവങ്ങളോ അങ്ങനെ ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. പോവും മുമ്പോട്ട്, എന്നാൽ പറ്റുന്ന രീതിയിൽ മാക്സിമം വർഷങ്ങൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അങ്ങനെ ഭയങ്കര ഫ്യൂച്ചർ പ്ലാനിങ്ങോടെ അങ്ങനെയൊക്കെ നിങ്ങൾ അങ്ങനെ നോക്കുന്ന ആൾക്കാരാണോ അതോ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ ആണോ? എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് കുറെ എയിംസും അല്ലെങ്കിൽ അച്ചീവ് ചെയ്യേണ്ട കുറെ പോയിന്റുകൾ, സംഭവങ്ങൾ അതൊക്കെ വളരെ വലുതാണ്. അതൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ യു ലിവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ് എന്നുള്ള രീതിയിൽ പോകുന്ന ഒരാളാണ്. അപ്പൊ നാളത്തേക്ക് അങ്ങനെ ചിന്തിച്ച് അയ്യോ നാളെ അത് ചെയ്യണമല്ലോ, മറ്റന്നാൾ അവിടെ ഉണ്ടല്ലോ, ഇവിടെ അങ്ങനെ ചിന്തിക്കില്ല. എന്നെ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞാൻ അതിനനുസരിച്ച് പോകുന്ന ഒരാളാണ്. അതായത് ഓവർ തിങ്കിങ് പോയിട്ട് തിങ്കിങ് പോലും ഇല്ലാണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഒന്നിനെ പറ്റി ഞാൻ അങ്ങനെയാണ് ദീപ്തി പോകുമ്പോ ഞങ്ങളുടെ ഈ ക്യാമറമാന്റെ ടീഷർട്ട് ഞാൻ അതുപോലെ തുറന്നു വാങ്ങി തരാം. തിങ്ക് അഗൈൻ, നീ അത് പിടിച്ചോ നടന്നോ, ഇത് വരുമ്പോ നീ അത് പിടിച്ചോ. അല്ല, പക്ഷെ അത് ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ. ഞാൻ ആ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. ഞാൻ കുറേ ചിന്തിച്ച് അതിന്റെ എല്ലാ സൈഡും ഇങ്ങനെ നോക്കി അങ്ങനെ ഞാൻ കുറച്ച് ഈ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരാളാ. അതേസമയം വിധിച്ചേട്ടനാണെങ്കിൽ നമുക്ക് നോക്കാന്നേ വരുന്ന കൂടെ ആരും പിടിച്ച് കൊല്ലൊന്നും ഇല്ലല്ലോ, നമുക്ക് നോക്കാം, ഈ രീതിയിലാണ് അപ്രോച്ച്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇപ്പം സ്റ്റേജിലാണെങ്കിലും ഞാൻ പണ്ട് ചിത്ര ചേച്ചിയൊക്കെ ഉള്ള ഒരു ഷോയിൽ ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എത്ര സ്റ്റേജ് ചെയ്താലും ഫസ്റ്റ് പാട്ട് കയറുമ്പോൾ നമുക്ക് ഒരു ചെറിയ ഒരു ഇത് വരും. അത് ടെൻഷൻ. ചിത്ര ചേച്ചിക്ക് എന്തോരം ഷോസ് ചെയ്യാറുള്ളതാണ്, ഇത്രയും സീനിയർ ആയിട്ടുള്ളത്. പക്ഷെ അവിടെ ഞാൻ നോക്കുമ്പോൾ കൂളാണ്. ഇന്നാളൊരിക്കൽ പോയപ്പോൾ അവിടെ എന്തോ സംഭവം ടെക്നിക്കലായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു അതായത് കയറാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു സ്ഥലം വരികയാണ്. എന്തോ സംഭവം കത്തിപ്പോവും, ഇങ്ങനെ എന്തോ ചെയ്തു, അതായത് വർക്ക് ചെയ്തില്ല, സംതിങ് കൺസോൾ എന്തോ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ച് തുടങ്ങാം, ഭയങ്കര കൂളാണ്. ജനം അവിടെ അപ്പോഴേക്കും ഭയങ്കരമായിട്ട് നിറഞ്ഞിങ്ങനെ ബഹളം വെച്ച് തുടങ്ങി. അപ്പൊ ഒരു കൺസോള് കത്തിപ്പോയി. അപ്പൊ ഒരു കൺസോളിൽ വർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എല്ലാം കേൾപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കേൾപ്പിക്കാൻ പറ്റും. പിന്നെ വായിൽ നാക്കല്ലേ കിടക്കുന്നത്. ഞാൻ പറഞ്ഞു കേറ് ബാക്കിയുള്ള. പക്ഷെ എൻ്റെ ഒരു 3-4 പാട്ട് കഴിഞ്ഞപ്പോഴേക്കും കൺസോൾ വന്ന് കണക്ട് ചെയ്ത് പിന്നെ ആൾക്കാര് ഒന്നും അറിഞ്ഞില്ല. ആദ്യം തൊട്ട് അവസാനം വരെ അവരങ്ങ്
പോയി എന്നുള്ളത്. അത് അവരുമായിട്ടുള്ളൊരു കണക്ഷൻ ഉള്ളത് കൊണ്ടാവാം എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ തോന്നാറില്ല. അത് വിധുവിന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് ഭയങ്കര നല്ലൊരു ക്വാളിറ്റിയാണ് വിധു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും തുടങ്ങിയ സമയത്തൊക്കെ മീശമാധവനിലെ പാട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ സിനിമയിലെ പാട്ടുകൾ പറയുമ്പോൾ ആ പാട്ട് പറഞ്ഞിട്ട് ഈ പാട്ട് പാടിയ ആള് വിധു പ്രതാപ്, അല്ലെങ്കിൽ നമ്മളിലെ ആണെങ്കിലും പറയുമ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്ന ആദ്യം അങ്ങനെയായിരുന്നു. ഈ പാട്ട് കേട്ടോ, പാട്ട് ആദ്യം പറയും, എന്നിട്ട് ഈ പാട്ട് പാടിയ ആള് വിധു എന്ന് പറയായിരുന്നു. പക്ഷെ പിന്നീട് കാലം പോയപ്പോ ഇപ്പോ വിധു പാടിയ പാട്ടാണത്, ഇത് വിധു പാടിയ പാട്ട്, നേരെ വിധു ആ സ്റ്റാൻഡ് അങ്ങ് എടുത്തു കഴിഞ്ഞു. അതന്നെ വലിയൊരു കാര്യം തന്നെയല്ലേ. വലിയ ഭാഗ്യമായിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 25 വർഷം പിന്നിടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഭാഗ്യം ഉള്ള കാര്യമാണ്. എല്ലാവർക്കും അത് തന്നെയാണ്. പക്ഷെ എനിക്ക്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, തിരിഞ്ഞു നോക്കുമ്പോ ഓക്കെ ഇത്രയും വരെ എത്തിയില്ലേ, ഗുഡ്. അതെ, കൗണ്ട് ചെയ്തിട്ടുണ്ട് എത്ര പാട്ട് പാടിയിട്ടുണ്ടെന്ന്? ആദ്യം കുറെ നാളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കൗണ്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? ആദ്യമൊക്കെ ഇങ്ങനെ അമ്മ കൗണ്ട് ചെയ്തൊക്കെ വെച്ചിട്ട് പിന്നെ ഞാനും അതിന്റെ ഒരു ഇതിലങ്ങ് പോയി. എത്രയോ പാട്ടുകൾ ഇപ്പൊ പാടിയിട്ടുണ്ട്, എത്രയോ പാട്ടുകൾ. ഓക്കെ, എന്തുകൊണ്ടായി ദീപ്തിയും ഇതിനകത്ത് ഇൻവോൾവ് ആവുക, അല്ലെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സ്കെച്ച് വീഡിയോസ് ചെയ്യാം എന്നുള്ളൊരു ഫസ്റ്റ് ആ ഒരു ഐഡിയ തോന്നിയതാർക്കാം? ആദ്യം കണ്ടത് ഞാനാണ്. അതുപോലെ ഞാൻ കണ്ട, അല്ല ഞാനാ കണ്ടത്, ഞാനേ കണ്ടുള്ളൂ. അതേപോലെ അത് സെയിം തന്നെ. പാൻഡമിക്കിന് ഇരുന്ന് കഴിഞ്ഞപ്പോ ഒന്നും ചെയ്യാനില്ല, സമയം ഒരുപാടുണ്ട്. അപ്പൊ ഞാൻ ബോറടിച്ച് ഒരു പരിവായപ്പോ ഞാൻ ദീപ്തി വിളിച്ചു, ദീപ്തി നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട്, പാട്ട് ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്ക്, ഞാനും സ്കൂളില് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മോണോ ആക്ട്, ഡ്രാമ അങ്ങനെ ചെയ്തുള്ള മിനിമം എക്സ്പീരിയൻസ് ഉണ്ട്. ദീപ്തി പിന്നെ ഡാൻസർ ആയതുകൊണ്ട് അവള് നേരത്തെ അഭിനയിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, എഡിറ്ററാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ആയപ്പോ നമ്മൾ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാലോ, വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാം. അങ്ങനെ ഒരു ഐഡിയ കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര പേടി ചെയ്തു, ചേട്ടാ വേണ്ട, നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മുടെ കലയെ, അതായത് പാട്ടിനെയും ഡാൻസിനെയും സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, വെറുതെ ആവശ്യമില്ലാതെ അങ്ങനെയുള്ള സെറ്റ് ആക്കി വെറുതെ വേണോ? അല്ല, ഇത് നമ്മൾ കാരണം അവിടെ വലിയ അങ്ങനെ പ്രശ്നമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ആരും അങ്ങനെ ഭയങ്കര നിർത്തിക്കൂടെ എന്നൊന്നും ആരും ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. അപ്പൊ വെറുതെ അതിലും കൂടെ ഉള്ള ആൾക്കാരെ പറയിപ്പിക്കണോ എന്നുള്ള, അപ്പൊ ആ ഒരു, എനിക്ക് എപ്പോഴും അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തിങ്ക് ചെയ്യാനുള്ള ബുദ്ധിയില്ല, നമുക്ക് ഓവർ തിങ്കിങ്. ഇത് രണ്ടും കൂടെ വന്നപ്പോ പിന്നെ കാര്യം അങ്ങ് മുന്നോട്ട് പോയി. അങ്ങനെ പറഞ്ഞു, ഒരെണ്ണം ചെയ്യാൻ പറഞ്ഞു, നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതി, നമ്മൾ തന്നെ മ്യൂസിക് ഇട്ടു, നമ്മൾ തന്നെ ആര് സ്ക്രിപ്റ്റ് എഴുതി? നമ്മൾ രണ്ടുപേരും കൂടെ തന്നെ സ്ക്രിപ്റ്റ് എഴുതി. അപ്പൊ അതുകൊണ്ട് തന്നെ കോവിഡ് കാലത്ത് നന്നായിട്ട് അടികൂടിയിട്ടുണ്ട്. ഒരുപാട് സ്ക്രിപ്റ്റ് എഴുതി ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറയായിരുന്നു, അതായത് ഒരു ക്രിയേറ്റീവ് സ്പേസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് പെട്ടെന്ന് നമുക്ക് ചില കാര്യങ്ങൾ മീറ്റ് ചെയ്യാണ്ട് വരുമ്പോൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനത്തിലോട്ട് എത്താതെ വരുമ്പോൾ നമുക്ക് കുറച്ച് ഒരു അല്ലേ അത് ബന്ധങ്ങളൊന്നും വഴക്കിടും നമ്മളപ്പോ. അതെ അതെ, നമ്മൾ ആ ക്രിയേറ്റീവില് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടുമ്പോ അതില് അഭിപ്രായ വ്യത്യാസം പെട്ടെന്ന് രണ്ടുപേർക്ക് രണ്ട് തോട്ടാവുമ്പോ അത് നമ്മൾ അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യും ഭയങ്കര. അതെ, പ്രത്യേകിച്ച് നമ്മൾ തെറ്റാണെന്നും ശരിയാണെന്നൊക്കെ തോന്നാം ആ സമയത്ത്. അതെപ്പോഴും ഗുണം ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വരണമെന്നാണ് ശരിക്കും എനിക്ക് തോന്നുന്നത്. എന്നാലേ ഒരു ചേഞ്ച് ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഒരാളുടെ ഇതിലൂടെ മാത്രമല്ലേ ചിന്തിച്ചു പോവുള്ളൂ. മറ്റേത് രണ്ടുപേരുടെ വരുമ്പോ ഓക്കെ, ഏതാണ് ശരി ഏതാണ് നല്ലത് നോക്കി തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. അങ്ങനെയാണ് ആദ്യത്തെ കൺക്ലൂഡ് ചെയ്യണ തർക്കങ്ങൾ തീർക്കണത്. എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കും, നമ്മൾ ഇടിച്ചു നിൽക്കും വണ്ടി. അതെ, എന്നുവെച്ചാൽ അങ്ങനെയല്ല, ചിലപ്പോ വന്നടിയൊക്കെ ആയിട്ട് നമ്മള് ഷൂട്ടൊക്കെ ക്യാൻസൽ ചെയ്തു, രണ്ടുപേരേ ഉള്ളൂ. അപ്പം ഞങ്ങളെല്ലാം വേണ്ട, ഷൂട്ട് ചെയ്യണ്ടെന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ മാറി നിൽക്കും, വേണ്ടെന്നുള്ള രീതിയിൽ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബോറടിക്കുമല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടും പോകാനും പറ്റൂല, പാൻഡമിക്കാണ്, വേറൊന്നും ചെയ്യാനും ഇല്ല, സംസാരിക്കാനും ആരും ഇല്ല. പിന്നെ TV എന്തെങ്കിലും തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ കോവിഡിനെ പറ്റിയുള്ള ഫേക്ക് ന്യൂസും മാത്രം. അപ്പൊ ഇതെല്ലാം മടുത്തിരിക്കുമ്പോഴത്തേക്കും മണി ഹെയ്സ്റ്റ് ഒക്കെ എത്ര വശം കാണും ആ സമയത്ത്. കണ്ട് അന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരുന്നാണ് ഇതങ്ങ് പിന്നെ എന്താന്നറിയോ, നമ്മള് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു സന്തോഷം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനം ചെയ്ത് അത് വർക്കായി എന്നറിയുമ്പോൾ ഉള്ളൊരു റെസ്പോൺസ് കാണുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര സന്തോഷമാണ്. അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മൾ പെർഫോമറായിട്ട് സ്റ്റേജിൽ നിൽക്കുമ്പോഴും നമുക്ക് അതിന്റെ വേറൊരു രീതിയിലുള്ള ഒരു പ്ലഷറാണ് കിട്ടുന്നത്. വെച്ചാൽ ഓഡിയൻസ് വന്ന് നമ്മുടെ അടുത്ത് നേരിട്ട് പറയുമ്പോൾ ഉള്ളൊരു ഇതാണ്. പലരും കോമന്റ്സിലും DM-ലും ഒക്കെ വന്നിട്ട് മെസ്സേജസ് ആയിട്ട് അയക്കുമ്പോഴേ അത് ഭയങ്കര ഒരു സന്തോഷമാണ്. എസ്പെഷ്യലി
ചിരിപ്പിക്കുക ചെയ്യുന്നത്. അതെ. അപ്പോ കുറെ പേരും വന്നിട്ട് പറയാം ഞാനിങ്ങനെ ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പൊക്കോണ്ടിരിക്കുകയായിരുന്നു, അപ്പം ഇത് കണ്ടപ്പോൾ കുറച്ചൊന്ന് റിലാക്സ് ആയി എന്നൊക്കെ പറയുമ്പോൾ എവിടെയോ ഒരു ഓക്കെ സന്തോഷം, നമുക്കത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഓരോ വീഡിയോ നിങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോഴും ഇട്ട് കഴിഞ്ഞാൽ എത്ര റീച്ചായി, എത്ര വ്യൂസ് വന്നു, എത്ര കണ്ടു, ഓ ക്ലിക്കായി അങ്ങനെ ഒരു ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ ഒരു പുതിയ വീഡിയോ ഇടാൻ നേരത്ത് അല്ലേ, ആ ഒരു എക്സൈറ്റ്മെന്റ്. വർക്കായെന്ന് അറിയാം, അല്ലെ വർക്കായാലും ഇല്ല, നമ്മളത് എന്തായെന്ന് അറിയാനുള്ള ഒരു നമ്മൾ സാധനം ചെയ്ത് അങ്ങോട്ട് ചെയ്യുവാണല്ലോ. ശ്രീകാന്തിനും അങ്ങനെ തന്നെയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ ചെയ്യുന്നവർക്കെല്ലാം ആ ഒരു സംഭവം തന്നെ ആയിരിക്കും. ഇട്ട് കഴിയുമ്പോ അത് വർക്കായി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രചോദനമാവും. പിന്നെ ഒന്ന് വീഡിയോ അത്ര വർക്കായില്ലെങ്കിൽ പിന്നെ നമ്മൾ ആലോചിക്കും എന്തുകൊണ്ട് ഇത് ഭയങ്കര പ്രതീക്ഷയായിരുന്നല്ലോ, അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ലല്ലോ അത് പോയത്, അതുകൊണ്ടൊക്കെ കുഴപ്പം കാണും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. കുറച്ചുകൂടെ നമ്മളുടെ ഇതിന് നമുക്ക് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലത് നമ്മൾ തന്നെ എഡിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കയറി പോകും കേട്ടോ, ചിലപ്പോൾ അതായിരിക്കില്ല കയറി പോകുന്നത്. ചിലപ്പോൾ വിചാരിക്കും നമ്മൾ വിചാരിച്ചത്ര ഒരു വെൽക്കമിങ് ആയിരിക്കില്ല. പക്ഷെ അതേസമയം ഒട്ടും ചെയ്യാതെ ഇത് വർക്ക് ആവുമോ എന്ന് ആലോചിച്ച് ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് ഇടുന്നത് ഭയങ്കരമായിട്ട് അങ്ങ് കയറി. നമ്മൾ ഉദ്ദേശിക്കാത്ത കൗണ്ടറുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ. നമ്മൾ വെറുതെ പറഞ്ഞത് സീൻ തീരാൻ തന്നെ പറഞ്ഞത് വർക്കാവും, പിന്നെ മെനക്കെട്ട് എഴുതി ഉണ്ടാക്കിയത് വർക്കാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. ഈ പറഞ്ഞ പോലെ അമ്മ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ടോ? സ്ക്രിപ്റ്റിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഡയലോഗ് എഴുതുന്നത്. പക്ഷെ അമ്മയുടെ ഒരു ഡയലോഗ് ഡെലിവറിയിലാണ് അതിന്റെ രസം. അമ്മ ചുമ്മാ നിന്നാ മതി, അമ്മ അമ്മയുടെ രീതി പറയും. അല്ലാതെ അമ്മയ്ക്ക് അത് കൊടുക്കുന്നതല്ല, അമ്മയുടെ തന്നെ രീതി അമ്മ പറയുന്നതാണോ? അതൊക്കെ നമ്മള് സ്ക്രിപ്റ്റ് എഴുതി ഞാൻ പറഞ്ഞു കൊടുക്കും, കൊടുക്കും, അഭിനയിച്ച് കാണിച്ചു കൊടുക്കും അമ്മയ്ക്ക്. ചിലപ്പോ ഒക്കെ അഭിനയിച്ച് കാണിച്ചു. പക്ഷെ മാറി കാണുമല്ലോ, ഇപ്പൊ കുഴപ്പമില്ല. നിക്കടെ ഞാൻ അഭിനയിച്ച് കാണിക്കാം. നീ എന്താ കാണിക്കും? ഞാൻ കാണിക്കാം. ഞാനല്ല ഇത് ചെയ്യുന്നത്. അത് അമ്മയുടെ ആദ്യം തൊട്ടേ അമ്മയുടെ ഒരു രീതിയുണ്ട്. അമ്മ സംസാരിക്കുമ്പോ ഉള്ള അമ്മ ഇങ്ങനെ വളരെ കൂളായിട്ട് ഒരു ഇപ്പൊ ശ്രീകാന്തിന്റെ അടുത്ത് സംസാരിക്കുന്നത് ശ്രീകാന്തിനെ താറ്റി ശ്രീകാന്തിന്റെ ഒരു ഇത് പോടാ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുമ്പോ അതൊക്കെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരുത്തുന്ന രണ്ട് ക്യാരക്ടേഴ്സ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവർ രണ്ടുപേരും ഒന്നാമത്തെ അമ്മ മോൻ കോമ്പിനേഷൻ അങ്ങനെ കാണാത്തതാണല്ലോ. കപ്പിള് കാണാറുണ്ട്, ഫ്രണ്ട്സ് കാണാറുണ്ട്, അമ്മ മോൻ കോമ്പിനേഷൻ ഭയങ്കര അവിടെ അമ്മയ്ക്ക് മോനോടുള്ള ഒരു ഫ്രീഡത്തിന്റെ ഒരു സാധനം കൂടെ ഉണ്ട്, അത് ഭയങ്കര രസമാണ്. അമ്മ ഫ്രീ നമ്മള് അങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യുമ്പോ അതിന്റേതായ ഒരു ഇനിയിപ്പോ സിനിമയൊക്കെ ചെയ്യുമ്പോ അമ്മ ഞാൻ വെച്ച അമ്മയ്ക്ക് കുറച്ച് അഭിനയിക്കുമ്പോ നമ്മുടെ കംഫർട്ട് സ്പേസിൽ നിന്ന് മാറിയിട്ട്, പക്ഷെ അമ്മയ്ക്ക് എല്ലാം ഒരുപോലെ കുറച്ചുകൂടി ഇഷ്ടം. അമ്മ ലൊക്കേഷൻ നമുക്ക് ഒത്തിരി ആൾക്കാരുണ്ട് സംസാരിക്കാൻ, അമ്മയ്ക്ക് അതൊക്കെ ഇഷ്ടം. സംസാരിക്കും അല്ലേ? ഒരുപാട് ആളുകളുണ്ട് സംസാരിക്കാൻ, ഇങ്ങനെ അവിടെ പോയിരിക്കാൻ പല സ്ഥലങ്ങൾ. അങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലൊക്കേഷനുകളും സിനിമ ലൊക്കേഷൻ. അമ്മ ഒരു കുഞ്ഞു ലാലേട്ടനാ. അമ്മയ്ക്ക് എല്ലാ അഭിനയമാണ്. മറ്റേ സ്വന്തം ലൊക്കേഷൻ ആയാലും മറ്റു ലൊക്കേഷൻ ആയാലും ഞാൻ അഭിനയിക്കും. അങ്ങനെ ഒരു നമ്മളിപ്പോ ഒരു അഭിനയിക്കും നമ്മള് പിന്നെ പ്രഷർ അയ്യോ ഇനി അവിടെ പോയി അങ്ങനെ ചെയ്തു, ആ ഡയലോഗ് എടുത്ത് ഇങ്ങനെ പറഞ്ഞു, അങ്ങനത്തെ ഒന്നും ടെൻഷൻ ഇല്ല അമ്മയ്ക്ക്. അമ്മ അതിനെ പറ്റി ഒന്നും ആലോചിക്കുന്നേ ഇല്ല. അതാണ് അതിന്റെ രസം. കൂടുതൽ ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ അതിന്റെ പരിപാടി കഴിയും. പിന്നെ നമ്മളങ്ങ് പറയുന്നതൊക്കെ കുറച്ച് പഠിച്ചോണ്ടെന്ന് പറയുന്ന പോലെ ആയിപ്പോ. നിങ്ങളുടെ പരിചയപ്പെട്ടിരുന്ന അവിടെ നിന്ന് തുടങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ വേറെ വഴിക്കൊക്കെ പോയി, അവിടെ നിന്നൊന്ന് നോക്കി പറഞ്ഞു അവിടെ വെച്ചിട്ട് ആ ഒരു ആൽബം നിങ്ങൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് ദീപ്തിനെ ഡയറക്റ്റ് ചോദിച്ചു ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് ആളെ പറഞ്ഞു. ഉടനെ ഒന്നും ആയിരുന്നില്ല, ഞാൻ ജസ്റ്റ് കോളേജിൽ ചേർന്നപ്പോഴായിരുന്നു ആ ആൽബം ചെയ്തു. പിന്നീട് ഈ പറഞ്ഞ എനിക്ക് കോളേജ് പഠനം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ട് പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു എൻ്റെ ഫാമിലിയിൽ നിന്നുള്ള ബ്രൈഡും വിജയന്റെ ഫാമിലിയിൽ നിന്നുള്ള ബ്രൈഡ് ഗ്രൂം, അപ്പൊ അവര് രണ്ടുപേരും അങ്ങനത്തെ ഒരു കല്യാണം വന്നു, ഒരു കോമൺ ഇതിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പെട്ടെന്ന് കുടുംബത്തിലെ അമ്മായിമാർക്കും അങ്ങനത്തെ കുറച്ച് വരുമല്ലോ. അപ്പോൾ ആ ഒരു തോട്ട് വന്നപ്പോഴേ തന്നെ വിജയേട്ടൻ പറഞ്ഞു ഒരു മിനിറ്റ് ഞാൻ ആ കൊച്ചിനെ എനിക്ക് പരിചയമുള്ള, ഞാൻ ഒന്ന് നേരിട്ട് ചോദിച്ചു നോക്കട്ടെ, എനിക്ക് അങ്ങനെയൊന്നും വേണ്ട മോശമാണല്ലോ, ചോദിച്ചിട്ട് മതി. അപ്പൊ ചോദിച്ചപ്പോ ദീപ്തി പറഞ്ഞ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവിടെ ഫാമിലിയായിട്ട് സംസാരിക്കുക ഓക്കെ ആണെങ്കിൽ റെഡി. എനിക്ക് അവിടെ വെച്ച് ഞാൻ ആ സമയത്ത് ജസ്റ്റ് ടെക്നോ പാർക്കിൽ ട്രെയിനി ആയിട്ട് കയറിയിട്ടേ ഉള്ളൂ. അപ്പോ ആ കുറച്ച് നാളുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ആർട്ടിൽ നിന്ന് ഇങ്ങനെ വിട്ട് 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 വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു എനിക്ക്. നമ്മൾ എൻറ്റയർലി വേറൊരു ജോബിലോട്ട് എനിക്ക് തോന്നുന്നു ശ്രീകാന്തിന് അത് കുറെ റിലേറ്റബിൾ ആയിരിക്കും, പുറത്തായിരുന്നു ശ്രീകാന്തിനും ഇതേപോലെ. അപ്പം നമുക്കത് തിരിച്ച് നമുക്ക് എപ്പോഴും ഇങ്ങനെ തിരിച്ച് ആർട്ടിലേക്ക് തന്നെ വരണം എന്നുള്ളൊരു ഒരു കോളിംഗ് ഉണ്ട്. അപ്പൊ പെട്ടെന്ന് ആ സമയത്താണ് വിളിച്ചേട്ടൻ ഇങ്ങനെ ചോദിച്ചപ്പം നിനക്ക് ഡാൻസ് ചെയ്തോ എന്നുവെച്ചാ കുഴപ്പമില്ല, യു ക്യാൻ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുകയാണ്. അഭിനയം അത് ഇന്നും അന്നും ഞാൻ എന്റെ വാക്കിൽ ഞാൻ ഉറച്ചു നിൽക്കുന്ന ആളാണ്. അതിൽ യാതൊരു രീതിയിലുള്ള
കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു തീരുമാനങ്ങളും എൻ്റെ ഭാഗത്ത് നിന്ന് വരില്ല എന്നുള്ളത്. അതുകൊണ്ട് അഭിനയിക്കണമെങ്കിൽ അഭിനയിക്കാം, ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, ആങ്കറിങ് ആണെങ്കിൽ ആങ്കറിങ്, എന്ത് വേണോ ആവാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആർട്ട് റിലേറ്റഡ് ഒരു സപ്പോർട്ട്, ഫ്രീഡം എന്നുള്ളതിനെക്കാട്ടിലും ആ ഒരു എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബോണസ് ആണ് ശരിക്കും. അതുണ്ടായാൽ കുറെ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പോകും. ഇതിന്റെ ഒരു സ്ട്രഗിളിംഗ് പീരീഡ് ഉണ്ടല്ലോ, ആ സമയത്ത് ഒരു സപ്പോർട്ട് കറക്റ്റ് നമ്മളിങ്ങനെ ആഗ്രഹിക്കുമല്ലോ, അത് വീട്ടിൽ നിന്ന് കൂടെ കിട്ടിയില്ല, നമ്മളൊന്നും ചെയ്യാനില്ല, അല്ല കിട്ടിയാൽ ഭയങ്കര ഒരു ആരെങ്കിലും ഒരാളെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ. കാരണം സ്ഥിരമായിട്ടൊരു വരുമാനമില്ല, സ്ഥിരമായിട്ട് ഒരേ ഒരു ടൈമിങ്ങിലല്ല വർക്ക് ചെയ്യണത്. അപ്പം ഇതൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാരാണെങ്കിൽ അവിടെ ഭയങ്കര പ്രഷറാണ്. പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് ഈ പ്രഷർ പുറത്തുനിന്നുള്ള അല്ലാത്ത പ്രഷറും കൂടെ വരും. കാരണം ആർട്ട് തന്നെ അവർക്ക് ഒരു പ്രഷറല്ല, അതൊരു പാഷനും കൂടെ ആയതുകൊണ്ട് നമ്മൾ ആ പ്രഷർ ഹാപ്പി ആയിട്ടായിരിക്കും എടുക്കുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഔട്ട്സൈഡ് പ്രഷറും കൂടെ ഒക്കെ വരികയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി പറ്റില്ല. നമ്മുടെ ടൈമിംഗ് എന്ന് വെച്ചാല് നമുക്ക് രണ്ടുപേർക്കും ഈ പറഞ്ഞ പോലെ വേറെ വേറെ സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കില്ല നമ്മൾ അവൈലബിൾ ആവുന്നത്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇതെന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും അറിയാം പരസ്പരം, ഓക്കെ ഇന്നതാണ് എന്റെ ജോലിയുടെ സ്വഭാവം ഇതാണ്, ദീപ്തിയുടെ ജോലിയുടെ സ്വഭാവം ഇതാണെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് കുറെ കാര്യങ്ങൾ അങ്ങനെ നല്ലതാണ്. കാരണം രണ്ട് രീതിയിൽ സ്വഭാവമുള്ള ജോലിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് മനസ്സിലാവില്ല. പെട്ടെന്ന് നമ്മളിങ്ങനെ വന്ന് ഒരു സ്പേസിലേക്ക് വരുമ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു, ഇങ്ങനെയാണ് ഈ സമയം അങ്ങനെ പോയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. രണ്ട് ടൈപ്പ് ഓഫ് ജോലി അങ്ങനെ അല്ലേ പറയാം, അത് അങ്ങനെ തോന്നുന്നവരുണ്ട്. പറഞ്ഞു ചില സമയത്ത് നമ്മൾ പറയുന്നത് മനസ്സിലാവാതെ വരും. അതാണ് ആ അവൈലബിൾ, അതായത് അവർക്ക് അവൈലബിൾ ആവുന്ന ടൈമിൽ നമ്മളെ കിട്ടിയില്ലെങ്കിൽ അവിടെ തീരും. അവിടെ പോയാ ഞാനിതൊന്ന് ഫ്രീ ആയിട്ട് ഓഫീസിൽ നിന്ന് പ്രശ്നമുണ്ട് ഇതിന്. കാരണം നമുക്കൊരു സമയമില്ലല്ലോ. അതെ, നമ്മൾ എപ്പോഴാ തിരക്കാവുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പാർട്ണർ വേറൊരു അങ്ങനെ സമയത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർ വരുമ്പോ നമ്മൾ ചിലപ്പോ 4 മണിക്ക് ഫ്രീ ആണെന്ന് നമ്മൾ പറയും, ഇന്ന് ഞാൻ 4 മണി നമുക്ക് സംസാരിക്കാം. പക്ഷെ 4 മണിക്ക് 3 മണിക്ക് ഒരു പരിപാടി വരും. നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പൊ ഏതെങ്കിലും പടത്തിന്റെ ഡിസ്കഷൻ ആണെങ്കിൽ നമുക്ക് 4 മണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാറ്റി പറയാൻ അവരോട് പറ്റില്ല. നിങ്ങൾ പോയിട്ട് 6 മണിക്ക് വരും, അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളത് മാനേജ് ചെയ്ത് പോകാൻ ഇച്ചിരി പാടുണ്ട്. ശരി. അല്ല, ഇത് തന്നെ ചേട്ടൻ അന്ന് എൻ്റെ അടുത്ത് ഈ ഒരു കോൺവെർസേഷൻ ഉണ്ടായ സമയത്ത് പറഞ്ഞതായിരുന്നു, നീ ഇപ്പം അത്രയും അന്ന് ടെക്നോ പാർക്കിലാണ്, അപ്പൊ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഇത്തിരി നേരത്തെ ഇറങ്ങേണ്ടി വരും. അപ്പം എങ്ങനെയൊക്കെ പോയാലും ഒരു 9 to 5 എന്ന് പറഞ്ഞാലും അത് 9 വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പോരല്ലോ. അപ്പൊ നേരത്തെ ഇറങ്ങണം. നേരത്തെ ഇറങ്ങി ലേറ്റ് ആയിട്ട് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് 5 തന്നെ ഒന്നും തീരില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ എത്തുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോഴായിരിക്കും വിധുചേട്ടൻ പ്രോഗ്രാമോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ജീവിതം തുടങ്ങുന്നത് ചിലപ്പോൾ അപ്പോഴാണ്. അപ്പൊ അങ്ങനത്തെ ഞങ്ങളിപ്പോ അങ്ങനെ മാനേജ് ചെയ്യാം. ഞങ്ങള് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് പുള്ളിക്കാർക്ക് ഖത്തറിലാണല്ലോ. അതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് പോയിക്കോളൂ. അല്ലല്ല, അതല്ല ഞാൻ പറഞ്ഞു. ഞങ്ങൾ ടൈം മാനേജ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പുള്ളിക്കാരി ഞാൻ എണ്ണിക്കുമ്പോ പുള്ളിക്കാരി എണ്ണിക്കുന്നില്ല. ഞാൻ നേരെ വർക്കിലേക്ക് പോകുമ്പോൾ പുള്ളിക്കാരി എഴുന്നേറ്റ് വരുന്ന സമയമായിരിക്കും. അപ്പം സംസാരിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് വേറെ എന്തെങ്കിലും വർക്ക് വരും. അത് കഴിഞ്ഞ് പുള്ളിക്കാരി ബ്രേക്ക് വരുന്ന സമയത്ത് എനിക്ക് വേറെ പരിപാടിയായിരിക്കും. പിന്നെ പുള്ളിക്കാരി ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോ വ്യത്യാസമാണ്. നമ്മളത് അത് അനുസരിച്ച് മാനേജ് ചെയ്ത് പോകുന്നുണ്ട് ഞങ്ങള്. അല്ല നമ്മുടെ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റാതെ വരിക. ചിലപ്പോ അവര് അവിടെ വർക്ക് പ്രഷർ ആയിരിക്കും, നമ്മളിവിടെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മളിവിടെ ഈ പ്രഷറിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അത് നമുക്ക് കുറ്റമല്ല, നമ്മൾ ഇവിടെ ഉള്ളത് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് ഒരു പരിമിതിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ. വിധു ഭയങ്കര നല്ല ജോവിയൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ, വളരെ ഫ്രണ്ട്ലി ആയിട്ട്, ഭയങ്കര എപ്പോഴും ഇങ്ങനെ ചെറിയ ഭയങ്കര ഫുൾ ഓൺ എനർജിയാണ്. അങ്ങനെ ഇങ്ങനത്തെ ഒരു വിധു പ്രതാപിന്റെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദീപ്തിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ? ഈ പറഞ്ഞ പോലെയാണ്, ഓവർ തിങ്കിങ് കുറെ കുറച്ചു. സ്റ്റിൽ ഐ തിങ്ക്, പക്ഷേ എന്നാലും കുറെ കാര്യങ്ങൾ നമുക്ക് ഇപ്പം ഈ നേരത്തെ ഇപ്പൊ വീഡിയോസിലോട്ട് വരാൻ ഉള്ള കാരണം പോലും വിശേഷന് ആ ഒരു ധൈര്യം തന്നതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പൊ ഞാൻ ഇല്ലെങ്കിൽ ഞാൻ വേണ്ട എന്നുള്ളൊരു രീതിയിൽ തന്നെ നിന്നേനെ. നമുക്ക് ആ ഒരു എന്താ പറയാ ഐസ് ബ്രേക്ക് ചെയ്ത് വരിക എന്ന് പറയുമല്ലോ, ആ ഒരു ഇതിൽ എനിക്ക് ഭയങ്കരമായിട്ടും ഹെൽപ്ഫുൾ ആണ്. പിന്നെ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ കാര്യം ഇങ്ങനെ അവതരിപ്പിക്കാം അങ്ങനെ അവതരിപ്പിക്കാം. ഒരെണ്ണം വിൽ ബി ദി ഒഫൻഡഡ് ആവുന്ന ഒരു വേ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ ഇഫ് ഇറ്റ് ഇസ് എ നോ, ഒരു പൊലൈറ്റ് വേയിൽ നോ പറയാം. യു ക്യാൻ റിജക്ട് സംതിങ് പൊലൈറ്റ്ലി. ആ ഒരു സാധനം വിധുവിൻ്റെ അടുത്തുനിന്ന് ഞാൻ ഓക്കെ ഇത് ഇങ്ങനെ പറയാം. കാരണം ചിലത് നമുക്കിപ്പം ചില ആൾക്കാർക്ക് നമുക്കൊരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടൊരു നോ പറയാൻ പറ്റത്തില്ലായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബന്ധത്തിന്റെ പുറത്ത് നമ്മളിങ്ങനെ നോ പറയാതെ നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാലും വിധു അതിനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരും ഒഫൻഡഡ് ആവില്ല. ഓക്കെ നമുക്ക് നെക്സ്റ്റ് ടൈം എന്നുള്ളൊരു രീതിയിൽ തന്നെ
നിർത്താൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് പഠിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, നേരെ തിരിച്ചോ? വിധുവിന് ഇത്രയും നല്ല ഡിസിപ്ലിൻ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഭാര്യനെ കിട്ടിയത് കൊണ്ട് വിധു നന്നായോ? അത് കുറച്ച് നന്നായിട്ടുള്ളൂ. ഡിസിപ്ലിൻ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ അതെ, ടൈമിനെത്തുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ രണ്ടുപേരും മാക്സിമം കീപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെയാണ്, ഞാൻ ഒരുപാട് തിങ്ക് ചെയ്യാത്ത കൊണ്ട് ഒരാളായതുകൊണ്ട് ഇപ്പോഴും ഞാൻ ആ ഒരു മോഡിലോട്ട് വന്നിട്ടില്ല. പിന്നെ ദീപ്തിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയണ്ട, ഒരാളൊരു ഹെൽപ്പ് ചോദിച്ചു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട്, അതായത് ഔട്ട് ഓഫ് ദ വേ ഫുൾ ടൈം അത് ഒന്ന് നടത്തി കൊടുക്കുന്നത് വരെ, ഇനി അവൾ എത്ര തിരക്കാണെങ്കിലും അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ വിളിച്ച് അറിയാവുന്ന ഒരാൾ വിളിച്ചത് ഇന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് എനിക്കിത് വേണം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, പല രീതിയിൽ വീട്ടിൽ ഇരുന്നാണെങ്കിലും ആ തിരക്കാണെങ്കിൽ പോലും ട്രാവൽ ചെയ്യുമ്പോൾ ആണെങ്കിൽ പോലും അവരെ വിളിച്ച് കോൺടാക്ട്സ് എടുക്കുക, ഇവരെ വിളിച്ച് കോൺടാക്ട്സ് എടുക്കുക, അതല്ല ഇവർ ഷെയർ ചെയ്യുക, അത് ഇത്രയും ഓപ്ഷൻസ് ഉണ്ടെന്ന് പറയാം. അങ്ങനെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉള്ള ഒരാളാണ്. അങ്ങനെ ഒരുപാട് സ്പെൻഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ജെനുവിൻ ആയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കും ആ കാര്യം. ജസ്റ്റ് മാറ്റർ ഓഫ് എ കോൾ ആയിരിക്കും. ചിലപ്പോൾ ആ ഒരു കോണ്ടാക്ട് വേറൊരാള് നമ്മളെ വിളിക്കുന്ന ഒരാൾക്ക് ആ പെർട്ടിക്കുലർ കോണ്ടാക്ട് ഹെൽപ്ഫുൾ ആണെങ്കിൽ അതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര കോൾ ആണെങ്കിൽ പോലും നമ്മൾക്ക് ഒരാളുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ട് കിട്ടുന്നത് അവരുടെ സമയമാണ്, അല്ലേ? അപ്പൊ ആ സമയമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത്രയും തിരക്കിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ട്രാവൽ ചെയ്ത് ഇതിൻ്റെ ഇടയിൽ ബാൻഡിന്റെ കാര്യങ്ങളാണെങ്കിലും സ്കെച്ചിന്റെ കാര്യങ്ങളാണെങ്കിലും വീട്ടിലെ നമ്മുടെ കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പാരലലി അവർക്ക് വേണ്ട കോൺടാക്ട്സ് എടുക്കുക, അവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പൊ അവർ അവരുടേതായിട്ടുള്ള കുറെ സംശയങ്ങൾ ചോദിക്കും, അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നു, പിന്നെ വീണ്ടും വന്ന് ഇപ്പുറത്ത്. അപ്പൊ അങ്ങനെ മൾട്ടി ടാസ്കർ പറഞ്ഞ പോരെ രാത്രിയുള്ളത് മാഞ്ഞുപോയി, അവസാനം ഉള്ളത് മാഞ്ഞുപോയി. അല്ല, വിധുവിൽ എന്ത് ചേഞ്ച് ആണ് ദീപ്തിയായിട്ട് വന്നിട്ട് മാറിയിരിക്കുന്നത്? ഐ മീൻ നല്ലൊരു ക്വാളിറ്റി ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഡിസിപ്ലിന്റെ കാര്യം പറഞ്ഞതിനകത്ത് ഇപ്പം നേരത്തെ പറഞ്ഞു ലുലു മോളിൽ പോകണമെങ്കിൽ ഇങ്ങനെ പോകണോ അങ്ങനെ പോകണോ ആ ഒരു ഇതല്ല. ഇപ്പൊ എനിക്ക് വീട്ടിന്റെ ഉള്ളിൽ നമ്മൾ എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം ഹോം. അപ്പൊ നമ്മൾ വീടും ഇങ്ങനെ അലങ്കോലപ്പെടുത്തിയിടുന്നു. ഞാൻ പല വീടുകളിലും ഞാൻ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുടെ തന്നെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എന്തിനാ ഇതിങ്ങനെ വലിച്ചു വാരി ഇടുന്നത്, നേരെ ഇട്ടൂടെ, നേരെ വെച്ചൂടെ എന്നൊക്കെ ഉള്ളൊരു തോന്നും. അപ്പം എനിക്കാണെങ്കിൽ വീട്ടിൽ ഇപ്പൊ ടി വി കാണുകയാണെങ്കിൽ ടി വി കണ്ടു കഴിഞ്ഞ് എണീറ്റ് പോകുമ്പം റിമോട്ട് തിരിച്ചെടുത്ത് വെക്കാം. എണീറ്റ് പോകുമ്പോ സോഫയിലെ കുഷൻസ് ഒക്കെ അതുപോലെ നേരെ വെക്കാം. അതൊക്കെ ഞാൻ പഠിച്ചു കേട്ടോ. ഷീറ്റ് വിരിച്ചിടുക, പിന്നെ കുളിച്ചു കഴിഞ്ഞ് ഇറങ്ങി വന്ന് ടവല് നനഞ്ഞ ടവല് കൊണ്ട് ബെഡിൽ ഇടാതിരിക്കുക, ഇതൊക്കെ പഠിച്ചു. അതെല്ലാം പഠിച്ചു. അതെല്ലാം ഞാൻ പഠിച്ചു, കൃത്യമായി പഠിച്ചു ഞാൻ. അതെല്ലാം ഞാൻ ഇന്നും കൂടെ ഞാൻ വിചാരിച്ചിട്ടും ആ നനഞ്ഞ ടവൽ അവിടെ തന്നെ കിടപ്പുണ്ട്. ഞാനായിട്ട് എടുത്ത് വെച്ചാലേ അത് ആവുള്ളൂ. അതൊക്കെ അതങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ പഠിച്ചു. അപ്പൊ എനിക്കിപ്പോ മനസ്സിലായ ഈ വീഡിയോ കണ്ടിട്ടേ എനിക്ക് മനസ്സിലേക്ക് ഇതാ വരുന്നേ, വിട്ടിട്ട് പോയാൽ ഉടനെ വിധുവിന്റെ മനസ്സിൽ അവള് കാണും എടുത്ത് വെച്ചില്ലല്ലോ. അവിടെ തന്നെ ആയിരിക്കും തുടങ്ങുന്നത്. ചിലപ്പോ ഇത് കാരണം ഒരു പ്രശ്നം വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ അതിന്റെ റിസൾട്ട് ബ്യൂട്ടിഫുൾ ആണ്. എല്ലാം നീറ്റായിട്ട് തന്നെ കിടപ്പുണ്ട്. ഇപ്പൊ നമുക്ക് പെട്ടെന്നൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ടൊക്കെ വീട്ടിലേക്ക് ഗസ്റ്റ് ആരെങ്കിലും വരികയാണെങ്കിൽ എന്തൊരു വീട് എന്ന് ആരും പറയില്ല. എപ്പോഴും നല്ല നീറ്റായിട്ട്. അതുപോലെ ബിദുവിന്റെ ഈ എനർജി ലെവലും അല്ലെങ്കിൽ ഭയങ്കര പോസിറ്റീവ് ആണ്, ഭയങ്കര എല്ലാവരോടും നല്ല കമ്പനിയാണ്. അതിൽ എനിക്ക് ഏറ്റവും നല്ലൊരു മാറ്റം ഞാൻ പിന്നെ കണ്ടത് ചിത്ര ചേച്ചിയിലാണ്. എനിക്കറിയാവുന്നത് ചിത്ര ചേച്ചി നമ്മൾ എപ്പോഴും എത്രയോ സ്റ്റേജിൽ കയറി എത്രയോ ഇത് ചെയ്ത് കഴിഞ്ഞാലും ചേച്ചി ആ ചേച്ചിയുടേതായിട്ടുള്ളൊരു നല്ലൊരു രീതി, ആ ഒരു തനിമ ട്രഡീഷണൽ രീതിയിലും ചേച്ചി ഭയങ്കര പൊളൈറ്റ് വേയിലും അങ്ങനെയൊക്കെയാണല്ലോ. ആ ചേച്ചിനെ കൂളിംഗ് ഗ്ലാസ് വരെ ഇട്ട് ഭയങ്കര യോയോ സ്റ്റൈലില് ചിത്ര ചേച്ചിനെ അങ്ങനെ മേക്ക് ഓവർ ചെയ്ത് അത് വിധു അമ്മൻ പറയുമ്പോ വിധു ഉണ്ട് സിത്താരയുണ്ട് എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നു അതിന്റെ പിന്നിലത്തെ ബാക്ക് ബോൺ നിങ്ങൾ തന്നെയാണെന്നാ. അല്ല, ചേച്ചി ഭയങ്കര കംഫർട്ടബിൾ. ചേച്ചി ആദ്യം നമ്മുടെ ഈ സ്റ്റാർ സിംഗറിന്റെ ഷൂട്ടിന് വന്നപ്പോഴേ ചേച്ചി പറഞ്ഞു, അതെ നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തമാശ പറയുക, അതുപോലെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു കാരണവശാലും ഞാൻ ഇരിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഒരിക്കലും പെരുമാറരുത്. അപ്പൊ എന്നാലും നമ്മളുടെ മനസ്സിൽ ചേച്ചി എവിടെ നിൽക്കുന്നു, നമ്മളൊന്നും ആ കൂടെ ഇരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിൽ അറിയാം. എങ്കിലും
ചേച്ചിയുടെ ഒരു ഇത് വെച്ചിട്ട്. പക്ഷെ ചേച്ചി പാവം കൂടെ നിന്ന് മാറി ചേച്ചി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ സീസൺ തൊട്ട് ചേച്ചി പറയും, ഞാൻ ഏറ്റവും കൂടുതൽ ചേച്ചി ഇത്രയും നാളിരുന്നതിൽ റിയാലിറ്റി ഷോസിൽ വെച്ച് ചേച്ചി ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരിക്കുന്ന നമ്മുടെ ലൊക്കേഷനിൽ വരുമ്പോഴാണെന്ന് ചേച്ചി പറയും. അപ്പൊ അത് നമുക്കൊരു ഭയങ്കര സന്തോഷം തോന്നുന്നു. പിന്നെ ചേച്ചി നല്ല കോമഡി ഒക്കെ പറയും കേട്ടാ. ചേച്ചി എന്നെ കൊണ്ട് പറയിപ്പിക്കും, ചെവിയിലൊക്കെ പറയും ഇങ്ങനെ പറഞ്ഞു നോക്ക് കേട്ടാ. ഞാനത് പറയുന്നു, ചീഞ്ഞ് കഴിയുമ്പോ ചേച്ചി ഇങ്ങനെ എന്നെ മൈൻഡ് ചെയ്യാത്ത. അതുപോലെ ചിത്ര ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ക്രീം ബൺ, അതുകൊണ്ട് വിധു കൊണ്ടേ കൊടുക്കാറുണ്ട്. ചേച്ചിയുടെ ക്രീം ചേച്ചിക്ക് എവിടെ നിന്നൊക്കെ കിട്ടിയെന്ന് ചേച്ചിക്ക് ക്രീം ബൺ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് സിംഗപ്പൂർ ഒക്കെ ഉള്ളവരൊക്കെ ക്രീം ബൺ അയച്ചു കൊടുക്കും. അതെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ ചേച്ചി ഹാപ്പിയാണ് അവിടെ. അപ്പോൾ നമുക്ക് പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ ചേച്ചി ഇങ്ങനെ നമ്മൾ മോട്ടിവേഷൻ കൊടുക്കും, ചേച്ചി കൂളിംഗ് ഗ്ലാസ് വെച്ചു, ചേച്ചി കുഴപ്പമില്ല വെച്ചു. ചേച്ചി പാട്ടും ഏഴുമല പൂഞ്ചോല ആ പാട്ടും ചേച്ചി ആദ്യമായിട്ടാണ് സ്റ്റേജിൽ പാടുന്നത്. ചേച്ചി റെക്കോർഡിങ്ങിന് പാടിയതിനു ശേഷം ചേച്ചിക്ക് അത് തിരിച്ച് പാടാൻ, അത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സോങ് ആണല്ലോ. അപ്പൊ ചേച്ചിക്ക് അത് ഭയങ്കര ഇതായിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി അടുത്ത് പറഞ്ഞാണ് അത് പാടിപ്പിച്ചത്. എന്നിട്ട് ചേച്ചി ലാലേട്ടനെ പോലെ ഒരു തോളൊക്കെ സൈഡ് ചരിച്ചൊക്കെ വരുന്നുണ്ട്. എല്ലാരും ഉണ്ട് കേട്ടോ, എല്ലാരും നമ്മുടെ ടീം മൊത്തം ഉണ്ട്. പിന്നെ ഡയറക്ടർ സിത്തു എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും കൂടെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ചേച്ചിയെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ചുമതല. അപ്പൊ ചേച്ചി ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്നു, നമ്മൾ ഹാപ്പി. അപ്പൊ നമുക്ക് ഈ ജസ്റ്റ് ഫോർ ഹൊററിന്റെ സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ഇന്നത്തെ ഇതിൽ നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നത് വിധുവിന്റെ തന്നെ വിധുവിന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് എത്രയോ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അതില് വിധുവിന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് മനസ്സിൽ നോക്കുന്ന ആ പാട്ട് അതേതാ? അത് പാടി നമുക്ക് ഇതങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. എന്താ പറയൂ ശ്രീകാന്ത്. നമ്മളുടെ പാട്ട്. അത് കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിലായിരുന്നു. അന്ന് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന പാട്ടായിരുന്നു. ഞാൻ 10 പഠിക്കുമ്പോഴായിരുന്നു അത് പാടി. ഞാൻ 7 പഠിക്കുമ്പോഴാണ് പാടിയത്. മിസ്സായി പോയി. അല്ല ശരിക്കും അന്ന് ഭയങ്കര ഹിറ്റ് അല്ലേ ആ പാട്ട്, ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അന്ന് വിചാരിച്ചോ ആ പാട്ട് പാടിയോ? ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, കാരണം ആ പാട്ട് ഞാൻ എപ്പോഴും കേൾക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു. നമ്മുടെ ശ്രീകാന്ത് വെട്ടിയാരുടെ റിക്വസ്റ്റ് തന്നെ നമ്മള് അല്ലേ അത് പാടി കൊടുക്കണം. ഇടവഴിയിൽ നാം ആദ്യം കണ്ടപ്പോൾ കുസൃതിയുമായി മറഞ്ഞവളെ ചിരിച്ചുടഞ്ഞു നിൻ തരിവളകൾ വെറുതെ നീ പിണങ്ങി നിന്നു. ആ നിമിഷം പ്രിയ നിമിഷം അഴകേ ആ സുഖമാണി നിലാവ് എന്തു സുഖമാണി കാറ്റ് അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ പൂഞ്ചിറകിൽ പറന്നുയരാ കുളിരലയിൽ നനഞ്ഞലിയാം അഴകേ ഇഷ്ടപ്പെട്ടോ ശ്രീകാന്ത്? സൂപ്പർ ആണോ? 8ാം ക്ലാസ്സിൽ പോയി ശരിക്കും, സത്യമായിട്ടും ആണല്ലേ. ഞാൻ 8ാം ക്ലാസ്സിൽ ഇരിക്കും. ശരി ടീച്ചർ സ്വപ്നം കണ്ട പോലെ ഇഷ്ടപ്പെട്ടു ടീച്ചർ. അങ്ങനെ ആയി പോയി പെട്ടെന്ന്. ശരിക്കും ഓക്കെ, താങ്ക് യു. വീട്ടിൽ ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ട് ഏതായിരിക്കും? അങ്ങനെ വല്ലതും ഉണ്ടോ? സ്ഥിരമായിട്ട് ഇത് പാടുന്ന ഒരു പാട്ടെന്നോ? അങ്ങനെയൊന്നുമില്ല. റാൻഡം ആയിട്ട് ഇങ്ങനെ കുറെ പാട്ടുകൾ ചുമ ഇങ്ങനെ പാടിപ്പോവും. അത്രേ ഉള്ളൂ. അങ്ങനെ ഇന്ന പാട്ടൊന്നും അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പൊ സംസാരിച്ച് ഇനിയും ഒരുപാട് സംസാരിക്കണം എന്നുണ്ട്. പക്ഷേ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായതുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വീണ്ടും ഞങ്ങൾ അപ്പൊ ഇത് നിങ്ങളുടെ യൂട്യൂബ് പേജിലൂടെ അപ്പൊ ബാക്കിയുള്ള എപ്പിസോഡ്സ് ഒക്കെ വിധു പ്രതാപ് ഒഫീഷ്യലിലാണ് വരുന്നത്. അപ്പോ ജസ്റ്റ് ഫോർ ഹൊറർ നമ്മളുടെ എല്ലാവരുടെയും പെർഫോമൻസ് എല്ലാവരും കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും അല്ലാതെയും ഒക്കെ ഞങ്ങളോട് പറയണം, സപ്പോർട്ട് ചെയ്യണം. അല്ല, നിങ്ങളുടെ ഉള്ളിലത്തെ ടെൻഷൻ ശ്രീകാന്ത് തനിയെ കുറെ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തിടുന്നു, നിങ്ങളും തനിയെ കുറെ ക്രിയേറ്റ് ചെയ്തിടുന്നു. നിങ്ങൾ ഒരുമിച്ച് കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ അല്ലേ എങ്ങനെയാന്നുള്ള ഒരു സംഭവം. ഓക്കെ, അപ്പോൾ താങ്ക് യു, വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. Thank you. Thank you so much. Thank you.